നമസ്കാരം. ഞാൻ ഇന്നൊരു കഥ പറയാം. കുറച്ചധികം ആളുകൾ ഗുരുജിയെ കാണാൻ പോയി. അപ്പോൾ ഗുരുജിയോട് രാവിലെ ഗുരുജി പ്രഭാത ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ആളുകൾ ചെല്ലുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് എല്ലാവരും ഒത്തിരി പേരുണ്ടല്ലോ, എന്താണ് എല്ലാവരും കൂടി വന്നതെന്ന് ഗുരുജി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഗുരുജി ചില സംശയങ്ങൾ ഇപ്പോൾ നാട്ടിൽ കറങ്ങുന്നുണ്ട്. സനാതന ധർമ്മം എന്നാൽ എന്താണ്, അതിനെ സംബന്ധിച്ചൊക്കെ വലിയ തർക്കം നടക്കുന്നുണ്ട്. പല ആളുകളും പല രൂപത്തിലാണ് അതിനെ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സനാതന ധർമ്മം? അപ്പോൾ ഗുരുജി ചോദിച്ചു, നിങ്ങൾ എല്ലാവരും രാവിലെ ഭക്ഷണം കഴിച്ചായിരുന്നോ? അപ്പോൾ കുറച്ച് പേർ ഭക്ഷണം കഴിച്ചവരുണ്ട്, ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, പല രൂപത്തിലുള്ള ആളുകളല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഗുരുജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഭക്ഷണം കഴിക്കാത്തവരെല്ലാം കൂടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. പാചകപ്പുരയിൽ ഇന്ന് പാചകക്കാർ വന്നിട്ടില്ല. എൻ്റെ ഭക്ഷണം ഞാനാണ്, ലഘുഭക്ഷണം ഞാൻ രാവിലെ ഉണ്ടാക്കി കഴിച്ചതാണ്, ബാക്കി വന്നിട്ടില്ല ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ പക്ഷേ എല്ലാ ഐറ്റവും അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ ഉണ്ടാക്കി കഴിക്കാം. അരിമാവുണ്ട്, ദോശമാവുണ്ട്, ദോശമാവ് ഉപയോഗിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാം, ഇഷ്ടമുള്ള തരത്തിലുള്ള ദോശ ഉണ്ടാക്കാം, ഊത്തപ്പം ഉണ്ടാക്കാം. അരിമാവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പത്തിൻ്റെ മാവ് ഉണ്ട്, ഇതിനെല്ലാം വസ്തുക്കൾ അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഉണ്ടാക്കാം, ഇഷ്ടമുള്ള കറിയും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചവരും കൂടെ പൊക്കോളൂ, അതും കൂടി സഹായമാകട്ടെ. ഭക്ഷണം കഴിച്ചവരും കഴിക്കാത്തവരും എല്ലാം കൂടി പെട്ടെന്ന് പോയി പാചകം ചെയ്ത് കഴിച്ചിട്ട് വരിക. പക്ഷേ ഇഷ്ടമുള്ളത് കഴിക്കണം. ഏതെങ്കിലും ഒരു ഐറ്റം സമയം കളയാൻ വേണ്ടിയിട്ടോ സമയം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങൾ വരരുത്. 1-2 ഐറ്റം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇഷ്ടമുള്ള ഐറ്റം, ഏറ്റവും ഒരാൾക്ക് ഒരു ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇത്രയും പേർക്ക് വ്യത്യസ്ത ഐറ്റമാണ് ഇഷ്ടമെങ്കിലും വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം വരാൻ. ചമ്മന്തി, ചിലർക്ക് മുളക് ചമ്മന്തി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് പൊടിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചുവന്ന ചമ്മന്തി ആയിരിക്കും, ചിലർക്ക് വെള്ള ചമ്മന്തി ആയിരിക്കും, ചിലർക്ക് കടുവറുത്തതായിരിക്കും, ചിലർക്ക് കട്ടിച്ചമ്മന്തി ആയിരിക്കും, ചിലർക്ക് സാമ്പാറായിരിക്കും. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ഉണ്ടാക്കി കഴിച്ചിട്ട് വന്നാൽ മതി. 2-3 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളും കൂടി ഒഴിവാക്കി എല്ലാം നോക്കിയിട്ട് ഞാൻ ഇരിക്കാം. അപ്പോൾ ഗുരുജി സമയം തന്നതുകൊണ്ട് തന്നെ എല്ലാവരും പാചകപ്പുരയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് വന്ന കുറച്ച് പേർ പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ വന്നത്, ഞങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾ അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ഗുരുജി പറഞ്ഞാൽ. അപ്പോൾ ഗുരുജിക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ എന്നാലും ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾ പോയി ചെയ്തോളൂ, ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടും ഭക്ഷണം കഴിക്കാത്തവർ അവിടെ പോയി ഭക്ഷണം അവരവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് ഉണ്ടാക്കി അവർ കഴിച്ചു വന്നു. 2-3 മണിക്കൂർ കഴിഞ്ഞ് അവർ വീണ്ടും ഗുരുജിയുടെ അടുത്ത് വന്നു. അപ്പോൾ വീണ്ടും ഗുരുജി പറഞ്ഞു, എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലോ. അപ്പോൾ ചിലരുടെ മുഖത്ത് സമ്പൂർണ്ണമായിട്ടില്ല ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഗുരുജി ചോദിച്ചു, എന്ത് പറ്റി? അത് സമയം തികഞ്ഞില്ല, ഞങ്ങൾക്ക് ഉണ്ടാക്കി വന്നപ്പോൾ സമയം തികയാത്തതുകൊണ്ട് ആവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വേറെ ചിലർ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കി, കൂടിപ്പോയതുകൊണ്ട് ഞങ്ങൾ അത് എങ്ങനെ കളയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അതും കൂടി കൂടുതൽ കഴിച്ചു. അപ്പോൾ ചിലർ കൂടുതൽ കഴിച്ചിരിക്കുകയാണ്, ചിലർ കഴിച്ചത് കുറഞ്ഞു പോയി, എന്നാലും ആൾമോസ്റ്റ് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുജി പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞുതരാം എന്താണ് സനാതന ധർമ്മം. ഞാനിപ്പോൾ നിങ്ങളെ അങ്ങോട്ട് വിട്ടപ്പോൾ കുറച്ച് പേരെ പോയുള്ളൂ, കുറച്ച് പേര് പോയിട്ടില്ല. എല്ലാവരും പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും പോകണമായിരുന്നു. എല്ലാവരും പോകുമ്പോഴാണ് നിങ്ങൾ സനാതന ധർമ്മികളാകുന്നത്. എന്തുകൊണ്ട് എല്ലാവരും പോകണമെന്ന് പറഞ്ഞാൽ, സനാതന ധർമ്മത്തിൽ പറഞ്ഞത് എന്താണ്? ഋഗ്വേദത്തിൽ പറയുന്നതനുസരിച്ച് സഹയജ്ഞ പ്രജാസൃഷ്ടോ യജ്ഞമാണ് ജീവിതം. യജ്ഞം എന്ന് പറഞ്ഞാൽ സഹയജ്ഞ, മറ്റുള്ളവർക്ക് കൂടി വേണ്ടി യജ്ഞം ചെയ്യുന്നതാണ്. നല്ല കർമ്മം ചെയ്യുന്നതാണ് യജ്ഞം, നല്ല പ്രവൃത്തി ചെയ്യുന്നതാണ്, നല്ല ആക്ഷൻ ചെയ്യുന്നതാണ്. സഹയജ്ഞ, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നല്ല യജ്ഞം ചെയ്യുന്നതാണ് പ്രജാസൃഷ്ടോ, പ്രജകളുടെ അല്ലെങ്കിൽ ആളുകളുടെ ആവശ്യം. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് വിട്ടപ്പോൾ കുറച്ച് പേര് മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രായോഗികമായി ഞാൻ സനാതന ധർമ്മം പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തന്നപ്പോൾ പ്രായോഗികമായി നിങ്ങൾ പഠിച്ചില്ല, അത് പോട്ടെ. രണ്ടാമത് നിങ്ങൾ അവിടെ പോയിട്ട് ഇഷ്ടമുള്ളവരൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് വന്നത്. ഇതുപോലെയാണ് ഈ പ്രപഞ്ചം. എല്ലാവർക്കും ആവശ്യമുള്ളത് ഈ പ്രപഞ്ചത്തിലുണ്ട്. ചിലർക്ക് ദോശയായിരിക്കും ഇഷ്ടം, ചിലർക്ക് ദോശയിൽ തന്നെ 20 ഐറ്റം ദോശ, 30 ഐറ്റം, 60 ഐറ്റം ഒക്കെ ദോശ നമുക്ക് കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ. അതിലേതെങ്കിലും അവർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള രൂപത്തിൽ കഴിക്കാനും കഴിക്കാതിരിക്കുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും തരുന്ന ഈ സ്വാതന്ത്ര്യത്തെ പറയുന്ന പേരാണ് സനാതനധർമ്മം, സനാതനമായിട്ടുള്ള ധർമ്മം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്ന സഹജീവികളോടുള്ള യജ്ഞം പോലെ ജീവിക്കുന്നത് ഒന്നാമത്തെ ധർമ്മം. ഇത്രയും സ്വാതന്ത്ര്യം കിട്ടും നമുക്ക് തരുന്നത് രണ്ടാമത്തെ ധർമ്മം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വന്ന് തിരിച്ചിതെല്ലാം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വന്നല്ലോ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും എല്ലാവർക്കും ആവശ്യമുള്ളതുണ്ടോ? അപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും ആവശ്യമുള്ളതില്ല, പല കാരണങ്ങളാലില്ല. വിഭവങ്ങളുടെ ലഭ്യതയുടെ കുറവുകളുണ്ട്, കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് പ്രശ്നങ്ങളുണ്ട്, പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളുണ്ട്. ഇനി വിഭവം ഉള്ളിടത്ത് തന്നെ സമ്പന്നരായ ഒരു വിഭാഗം ആളുകൾ എടുത്തു വച്ചിരിക്കുന്നത് കൊണ്ട് ദരിദ്രന്മാരായ പാവപ്പെട്ട ആളുകൾക്ക് വിഭവത്തിന്റെ മേൽ സ്വാധീനമില്ല. അങ്ങനെയുള്ള സ്ഥലമുണ്ട്. അപ്പോഴാണ് ഇതാ വീണ്ടും സനാതനധർമ്മത്തിൽ പറയുന്നു, അഹിംസയാണ് ജീവിതം. അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കലല്ല. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ കോടിക്കണക്കിന് അണുക്കളും ബാക്ടീരിയകളും വൈറസുകളുമാണ് എൻ്റെ വായിലെ ചൂടിൻ്റെ
ആ ചൂട് പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ എൻ്റെ ശബ്ദം ശബ്ദം പുറത്ത് വരുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ചിലപ്പോൾ നഷ്ടമാകുന്നത്. അത് മുതൽ തുടങ്ങി ഒന്നിനെയും കൊല്ലാതിരിക്കാൻ പറ്റത്തില്ല. കൊല്ലും, തീർച്ചയായിട്ടും നിലനിൽപ്പിന് വേണ്ടി കൊല്ലേണ്ടി വരും. സഹജീവികളല്ല, ചില മൃഗങ്ങളെ കൊല്ലുന്നവരുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി മത്സ്യത്തെ കൊല്ലുന്നവരുണ്ട്, കോഴിയെ ഒരുപാട് തലത്തിൽ. പിന്നെ മൃഗങ്ങൾ തന്നെ, താഴെയുള്ള മൃഗങ്ങളെ, ചെറുജീവികളെ കൊന്ന് തിന്നിട്ടാണല്ലോ ജീവിക്കുക. അപ്പോൾ കൊല്ലാതിരിക്കലല്ല അഹിംസ എന്ന് പറയുന്നത്, ഒരു നിയന്ത്രണമാണ്. അവനവൻ നിശ്ചയിക്കുന്ന നിയന്ത്രണമാണ്. എനിക്ക് എത്ര വേണം എന്നുള്ള നിയന്ത്രണമാണ്. അപ്പൊ എനിക്ക് എത്ര വേണം എന്നുള്ള നിയന്ത്രണം ഞാൻ ചിന്തിക്കുമ്പോൾ മറ്റൊരാളിന് കൂടി ഇതെങ്ങനെ വച്ചിട്ട് കഴിക്കാൻ പറ്റും എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അങ്ങനെ അത് പവറിന്റെ കാര്യത്തിലെടുത്ത് നോക്കും. അധികാരത്തിന്റെ കാര്യത്തിലെടുത്താൽ എനിക്ക് ഏതുവരെ അധികാരത്തിൽ പോകാൻ പറ്റും എന്ന് പറയുമ്പോൾ അധികാരം പങ്കുവെക്കപ്പെടും. അവിടെ ജനാധിപത്യത്തിന്റെ പുതിയ രൂപങ്ങൾ വരും. അതാണ് സനാതന ധർമ്മം. സമ്പത്ത് ഒരുപാട് ഞാൻ എടുത്തു വെക്കാതിരിക്കുമ്പോൾ വരുമ്പോൾ കുറെ അധികം തുല്യതയുടെ കാര്യങ്ങൾ കയറി വരും. അതാണ് സഹയജ്ഞമായിട്ട് വരുന്നത്, സനാതനധർമ്മമായി വരുന്നത്. അപ്പോ പിന്നെ അധികാരം, സമ്പത്ത്, പദവി, അതുപോലെ തന്നെ പദവികൾ എത്ര കണ്ട് ഞാൻ എടുത്തു വെക്കണം എന്നുള്ളതിനൊക്കെ ലിമിറ്റ് ചെയ്യണം. ആരാണ് ലിമിറ്റ് ചെയ്യേണ്ടത്? നിയമം കൊണ്ടല്ല ലിമിറ്റ് ചെയ്യേണ്ടത്, ഒരു ഭരണഘടന കൊണ്ടല്ലേ ലിമിറ്റ് ചെയ്യേണ്ടത്, ഒരു പോലീസ് സംവിധാനത്തിൽ വല്ല ലിമിറ്റ് ചെയ്യേണ്ടത്, ഒരു പട്ടാള സംവിധാനത്തിൽ വല്ല ലിമിറ്റ്. അവനവൻ തന്നെയാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന ഓരോ കാര്യങ്ങളും അപരന് കൂടി, മറ്റൊരാളിന് കൂടി സുഖം വരണം എന്ന് ചിന്തിച്ച് ഗുരുദേവൻ പറയുമ്പോൾ അപരന്റെ അപരൻ താനാണെന്ന് തിരിച്ചറിയണം. അവിടെയാണ് പ്രധാനം. അപരന്റെ അപരൻ ഞാനാണ്. എൻ്റെ അപരൻ മറ്റൊരാളാകുമ്പോൾ, ഞാൻ മറ്റൊരാളിന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റൊരാൾ പ്രവർത്തിക്കുന്നത് എൻ്റെ സുഖത്തിന് കൂടി വേണ്ടിയായിരിക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അയൽക്കാരന്റെ അയൽക്കാരൻ നീയാണ്, അല്ലെങ്കിൽ ഞാനാണ്. ഞാനിപ്പോൾ എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അയൽക്കാരന്റെ അയൽക്കാരൻ ഞാനാണ് എന്നുള്ള ബോധം കൂടി, ആ ഒരു ബോധ്യം കൂടി വരണം. ഇങ്ങനെയുള്ള സ്വത്വബോധങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ പിന്തുടരേണ്ടുന്ന സ്വത്വബോധങ്ങളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും കൂടിയാണ് സനാതനധർമ്മത്തിൽ പറയുന്നത്. ഇഷ്ടമുള്ളത് എടുക്കാം. രാവിലെ നിങ്ങൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചവരുണ്ടാവും, ചിലപ്പോൾ വെള്ളം മാത്രം കുടിച്ചവരുണ്ടാവും, ഇനി അവിടെ ചെന്നിട്ടും കിട്ടിയിട്ടും ഭക്ഷണം കഴിക്കാത്തവരുണ്ടാവും. സന്തോഷം. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നവരുണ്ടാകും, എടുക്കാത്തവരുണ്ടാവും. ഇഷ്ടമുള്ള രൂപത്തിൽ എടുക്കുന്നവരുണ്ടാവും, ഇഷ്ടമുള്ള ഭാവത്തിൽ എടുക്കുന്നവരുണ്ടാവും, ഇഷ്ടമുള്ള ഗണത്തിൽ എടുക്കുന്നവരുണ്ടാവും. അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ഭാവത്തിനും ഗണത്തിനും അനുസരിച്ച് എല്ലാവർക്കും അവസരം കൊടുക്കുന്ന, ആസ്തികനും നാസ്തികനും, യുക്തിവാദിക്കും യുക്തിവാദിക്കും ഭക്തിവാദിക്കും എല്ലാവർക്കും, ജ്ഞാനയോഗം പഠിക്കുന്നവർക്കും കർമ്മയോഗം പഠിക്കുന്നവർക്കും ഭക്തിയോഗം പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഉള്ളൊരു സ്പേസ് കൊടുക്കുന്ന വലിയ ജനാധിപത്യ കലവറയാണ്, ജനാധിപത്യത്തിന്റെ ഭൂമികയാണ് സനാതനധർമ്മം. അതാണ് ഭാരതം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ലിമിറ്റില്ല. അപ്പർ ലിമിറ്റിലേക്ക് നിങ്ങൾക്ക് ചിന്ത കൊണ്ടുപോകാം. ആ അപ്പർ ലിമിറ്റിലേക്ക് ചിന്ത എന്തിനു കൊണ്ടുപോകണം? നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി, അഹിംസയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ ഭൗതിക ആവശ്യങ്ങളെ അഹിംസയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സ്വയം ലിമിറ്റ് ചെയ്യപ്പെടും. വിഭവങ്ങൾ നമ്മൾ പങ്കുവെക്കപ്പെടും. നമ്മൾ ചെയ്യുന്നത് സഹയജ്ഞമാണ്. പ്രവർത്തകർക്കുള്ള, സഹപാഠികൾക്കുള്ള, നമ്മുടെ സഹയായിട്ടുള്ള ആളുകൾക്ക് കൂടിയിട്ടുള്ള ഒരു യജ്ഞമാണ്, അല്ലെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള തോന്നലേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതാണ് സനാതനധർമ്മം പറയുന്നത്. അതിനുവേണ്ടി ജീവിതത്തിൽ ഈ പ്രപഞ്ചമാകുന്ന സത്യത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ മറ്റ് ഘടകങ്ങൾ, സത്യത്തിന്റെ പുറത്താണ് ഇതെല്ലാം സഞ്ചരിക്കുന്നത്. സത്യമാകുന്ന ഫലകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നതാണ് ഇതെല്ലാം. അതെന്തുകൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും വായുവും വെള്ളവും കാർബണും നൈട്രജനും അതുപോലെ വിവിധ വാതകങ്ങളും ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ സഞ്ചാരം. ഈ സഞ്ചാരമാണ് പ്രകൃതി. ആദിയുമില്ല അവസാനമില്ല. അപ്പൊ ഈ സഞ്ചാര പ്രകൃതിയിൽ നിങ്ങൾക്ക് ഈ സത്യമാകുന്ന ഈ ഫലകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഈ വസ്തുക്കളെ, അത് ഏത് മാറ്ററിനെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലെടുത്ത് ഇഷ്ടമുള്ള ഭാവത്തിലെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയൊക്കെ ചെയ്യാം. അതെങ്ങനെ എടുക്കണം, എവിടെ എടുക്കണം എന്നുള്ള ഒരു സ്വത്വബോധത്തിലേക്ക് നിങ്ങൾ പോകണം. ആ നിങ്ങളെ സ്വത്വബോധത്തിലേക്ക് കൊണ്ടുപോകുന്ന, അവിടെ തുല്യതയ്ക്ക് വേണ്ടി നിങ്ങളെ റെഡിയാക്കി എടുക്കുന്ന, ജനാധിപത്യത്തിന്റെ ഈ മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുന്ന ആ സംവിധാനങ്ങളെ, അല്ലെങ്കിൽ ആ ഘടനയെ പറയുന്നതാണ് സനാതനധർമ്മം. ഞാൻ രാവിലെ നിങ്ങൾ വന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് മുമ്പേ ഇവിടെ കാര്യം പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങളോട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറയാം. പക്ഷെ നിങ്ങളോട് ആദ്യം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത് ഇത് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി കൊണ്ടിട്ടാണ്. അപ്പോൾ കുറച്ച് പേർ പോയി, കുറച്ച് പേർ പോയില്ല. ഇനി അതല്ല ജീവിതം. എല്ലാവരും കൂടി ഇത് ചെയ്തിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. രണ്ടാമത് അവിടെ ചെന്നിട്ട് തന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിച്ചു, നല്ല സന്തോഷം. അങ്ങനെ ഒരേ മാവ് തന്നെ, ഒരേ ദോശമാവ് തന്നെ 60 ഇനം ദോശകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരേ സ്വത്വത്തെ മനസ്സിലാക്കാൻ, ഒരേ സത്യബോധത്തെ മനസ്സിലാക്കാൻ, ഒരേ ഒരു നശിക്കാത്ത ആ വസ്തുവിനെ മനസ്സിലാക്കാൻ
60 രീതിയിൽ നമുക്ക് രുചിക്കാൻ കഴിയുമെങ്കിൽ എത്ര മനോഹരമാണിത്, എത്ര സൗന്ദര്യമുള്ളതാണ്. അങ്ങനെ അങ്ങനെ നിങ്ങൾ ദോശയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു ദോശമാവാണ് 60 രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നു. ഇഡ്ഡലി തട്ടിൽ ഒഴിക്കുമ്പോൾ ഇഡ്ഡലിയുടെ രൂപം, അതിനെ തന്നെ അപ്പക്കല്ലിൽ ഒഴിക്കുമ്പോൾ മറ്റൊരു രൂപം, കട്ടിക്ക് ചുടുമ്പോൾ മറ്റൊരു രൂപം, കട്ടി കുറയ്ക്കുമ്പോൾ മറ്റൊരു രൂപം, വളരെ വിസ്തരിച്ച് ചുടുമ്പോൾ മറ്റൊരു രുചി. അങ്ങനെ രുചിയിൽ, ഭാവത്തിൽ, ഗണത്തിലൊക്കെ വ്യത്യാസമുണ്ടാകുന്നു എന്നുള്ളതല്ലാതെ ദോഷമാകാവുന്ന സത്തയിൽ വലിയ വ്യതിയാനം വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഓരോന്നും നിങ്ങൾ എടുത്തോളൂ, ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും എടുത്തോളൂ. അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന മനോഹരമായ ഭൂമികയാണ് ഭാരതം. അതാണ് ഋഷീശ്വരന്മാർ നമുക്ക് സനാതനധർമ്മത്തിലൂടെ പറഞ്ഞു തന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പോൾ ആരോ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാമെന്ന് ഗുരു പറഞ്ഞു. ഇന്ന് നിങ്ങൾ ഒരു സംശയം ചോദിക്കാനല്ലേ വന്നിട്ടുള്ളത്, നിങ്ങൾ അത് നമുക്കിന്ന് മനസ്സിലാക്കാം, ബാക്കി കാര്യങ്ങൾ അടുത്ത് നമുക്ക് തുടർന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു ഗുരുജി എല്ലാവരെയും യാത്രയാക്കി. വന്ന കാര്യവും നടന്നു, ഭക്ഷണവും കഴിച്ചു. ഗുരുജിയിൽ നിന്ന് ഈ ഉത്തരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് സന്തോഷത്തോടു കൂടി എല്ലാവരും യാത്രയായി.